ഇത്രയും നേരം ഞാൻ ബോൾഡായിട്ട് ഇരുന്ന് കയ്യിന്ന് പോകുന്നുണ്ട്. അമ്മ അടുത്തിരിക്കുമ്പോ എനിക്ക് എന്തൊക്കെയോ വിഷമം വരും. ഇത്രയും നേരം പിടിച്ചിരുന്ന പോലല്ല, ഫീൽ വേറെ മാറി പോകുന്നു. അവളെ എല്ലാരും അങ്ങ് തഴയുമ്പോഴേ എനിക്കത് ഭയങ്കര വിഷമമായിരുന്നു. ഞാനില്ലേലും അവള് ജീവിച്ചോളൂ എന്നുള്ളത് അതൊരു പേടിയായിരുന്നു അതൊരു പേടിയായിരുന്നു. ആദ്യമൊക്കെ. ആ മിറാക്കിൾ സംഭവിക്കുന്നവരെ ഞാൻ നോക്കി നിന്ന് എന്നെ ഇത്രയും വളർത്തുന്ന അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരു വിഷമാവും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് മുന്നോട്ട് വന്നത്. സ്കൂളിലൊക്കെ കൊണ്ടുചെല്ലുമ്പം പല സ്കൂളുകാരും അഡ്മിഷൻ കൊടുക്കാതിരുന്നു. മറ്റു കുട്ടികളൊക്കെ ഉപദ്രവിക്കും, ഇവിടെ പറ്റത്തില്ലെന്നൊക്കെ. ഇത്രേ അവൾ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല. അവളെ എങ്ങനെയെങ്കിലും അവള് നന്നായിട്ട് പഠിച്ചും ആ സമൂഹം ഇങ്ങനെ അവളെ കുറ്റപ്പെടുത്താതെ മാനസികമായ ഒരു വളർച്ച ഞാൻ ആഗ്രഹിച്ച. അവളോട് ശാരീരികമായിട്ട് ഒരുപാട് ചികിത്സകൾ ഞാൻ ചെയ്യിച്ചു. ഞാൻ സങ്കടങ്ങൾ അനുഭവിച്ചിട്ടില്ലെന്ന് ഒരിക്കലും പറയത്തില്ല. ഇപ്പൊ മറ്റുള്ള കുട്ടികൾ കളിയാക്കുന്നു, പല പേരുകൾ വിളിക്കുന്നു. അപ്പൊ നമ്മൾ വിചാരിക്കും ഇതെന്താണ്, വിഷമിച്ച് സങ്കടപ്പെട്ടു കരഞ്ഞു. സ്കൂളുകളിലേക്ക് വരുമ്പോഴാണ് ആ ഒരു മാറ്റം നമ്മൾ ഫീൽ ചെയ്തത്. പലപ്പോഴും നോക്കുന്നത് സിമ്പതിയോടെയാണ്. പല വിഷയങ്ങൾ നേരിട്ടിട്ടുണ്ട്. ഒരു പക്ഷെ അവരോട് ഞാനിപ്പോ നന്ദി പറയാ. ലൈഫില് പല പ്രതിസന്ധികളിലും എല്ലാം കൂടെ നിന്നത് അമ്മയും ബ്രദറും ആണ്. അവർക്ക് എനിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സമ്മാനമാണത്. ഇല്ലെങ്കിൽ എന്നെ ഇത്രയും ഇത് ആക്കിയതും അവരാണ്. അവര് അതില് ഭയങ്കര സന്തോഷമാണ്. എന്റെ യാത്രകൾക്കൊരു പ്രചോദനവും കൂടിയാണ് അത്തരം. അങ്ങനെയുള്ള തിരിച്ചടികൾ വിഷമങ്ങൾ തന്നതുകൊണ്ടാകാം പിന്നെ ലൈഫിനോട് എപ്പോഴും വാശിയായിരുന്നു. ഇപ്പോഴും വാശിയാണ്. ഒന്നും ഞാൻ ഇതുവരെ നേടിക്കഴിഞ്ഞിട്ടില്ല. ഇനി എനിക്ക് കുറെ കാര്യങ്ങൾ ഫിനാൻഷ്യൽ സ്റ്റേബിൾ ആയിട്ടില്ല. എല്ലാ കോളേജുകളും ഭിന്നശേഷി സൗഹൃദമാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇല്ല, പരിമിതികളൊക്കെ നമ്മുടെ മനസ്സിലാണല്ലോ ഉള്ളത്. പ്രതിസന്ധികളെയൊക്കെ നിഷ്പ്രയാസം തോൽപ്പിച്ച ഒരു പെൺകരുത്തിനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. പ്രിയ, നമസ്കാരം. വെൽക്കം ടു മൂവി വേൾഡ്. താങ്ക് യു. എങ്ങനെ പോകുന്നു ബേക്കറി ഒക്കെ, ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നു? അടിപൊളിയായിട്ട് പോകുന്നു. ഇപ്പൊ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ 1 വർഷം ആകാൻ പോകുന്നു. അതിന്റെ കൂടെ ഒരു പുതിയ സന്തോഷത്തിലും കൂടിയാണ്, നിറവിലാണ് നിൽക്കുന്നത്. എന്താണ് സന്തോഷം, പറയും? ഈ നമ്മുടെ കേരള ഗവൺമെന്റിന്റെ യുവജന കമ്മീഷന്റെ ഒരു അവാർഡും കൂടി ഇപ്പം കിട്ടിയിട്ടുണ്ട്. അത് വലിയൊരു കാര്യമാണ്. അതെ, അത് പ്രഥമമാണ്. ആദ്യ ഇതാണ് കിട്ടിയേക്കുന്നത്. അപ്പോ വീട്ടുകാരൊക്കെ എന്താ പറയണേ? ഭയങ്കര സന്തോഷമായിരിക്കും. കാരണം ഇപ്പൊ സ്വന്തമായിട്ടൊരു ബിസിനസ് റൺ ചെയ്യുന്നുണ്ട്, കൂടെ ഇങ്ങനെ അവാർഡുകളും കാര്യങ്ങളും ഒക്കെ ആവുമ്പോ അവരൊക്കെ ഹാപ്പി ആയിട്ടിരിക്കും. പ്രത്യേകിച്ച് അമ്മ അല്ലെ? അതെ, അമ്മ ലൈഫില് പല പ്രതിസന്ധികളിലും എല്ലാം കൂടെ നിന്നത് അമ്മയും ബ്രദറും ആണ്. അപ്പം അവർക്ക് എനിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സമ്മാനമാണത്. ഇല്ലെങ്കിൽ എന്നെ ഇത്രയും ഇത് ആക്കിയതും അവരാണ്. അവര് അതില് ഭയങ്കര സന്തോഷമാണ്. എന്റെ യാത്രകൾക്കൊരു പ്രചോദനവും കൂടിയാണ് അത്തരം പുരസ്കാരങ്ങൾ. ഡോക്ടർ പ്രിയ എന്നുള്ളതാണ് ഒരു സ്വപ്നമായിട്ട് പ്രിയ മനസ്സിൽ വെച്ചേക്കുന്നത്. ആ ഒരു ചവിട്ടുപടിയൊക്കെ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? എങ്ങനെയാണ് അതിന്റെ പ്ലാനിങ് ഒക്കെ എങ്ങനെ പോകുന്നു? ഞാൻ PG ചെയ്തത് വികസന പഠനത്തിലാണ്. അതില് എന്റെ സബ്ജക്ട് ഡിസേബിൾഡ് ആയ വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങളായിരുന്നു. മലപ്പുറം ജില്ലയിലെ കോളേജുകളെ സംബന്ധിച്ച് 5 കോളേജുകളെ അടിസ്ഥാനപ്പെടുത്തി. അപ്പം അത് പല പ്രശ്നങ്ങൾ ഞാൻ നേരിട്ട് ഡാറ്റ കളക്ഷനിലൂടെ മനസ്സിലാക്കി. അപ്പോൾ അത് മാത്രമല്ല, ആ ഒരു ജില്ലയ്ക്കകത്ത് 5 കോളേജിലല്ല ഒതുങ്ങുന്നത്. ഡിസേബിൾ ആയവരൊരു നിരവധി പ്രശ്നങ്ങൾ നേരിടുന്നു. ഡോർഫിസം, എന്റെ പ്രതിസന്ധി എന്ന് വെച്ചാൽ ഡോർഫിസമാണ്, ഉയരക്കുറവുള്ളവർ നേരിടുന്ന പല പ്രശ്നങ്ങളുണ്ട്. മെന്റൽ പ്രതിസന്ധി നേരിടുന്നതിനേക്കാളും ഭൗതിക പ്രതിസന്ധികൾ ഏറ്റവും കൂടുതൽ നേരിടുന്നവര് ഈ ഉയരക്കുറഞ്ഞവര്. കാരണം അവർക്ക് എല്ലാ കാര്യങ്ങളെ കുറിച്ച് കുറച്ചുകൂടി അറിയാൻ സാധിക്കുന്നവരാ. അപ്പൊ അവർക്ക് പല മേഖലയിലും കൂടി എത്താൻ പെടാതെ വരുമ്പം അവർ മെന്റലി ഭയങ്കര ഡൗൺ ആവും. അത് പല വീടുകളിലേക്ക് ഉൾവലിയാനുള്ള സാധ്യതകൾ ഭയങ്കര കൂടുതലാണ്. അപ്പൊ അത്തരം പഠനങ്ങൾ മുന്നോട്ട് കൊണ്ടുവരികയും അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ഗവൺമെന്റിന്റെ അതോറിറ്റിയുടെ മുന്നിൽ എത്തിക്കുക എന്നുള്ളൊരു വലിയ ലക്ഷ്യമുണ്ട്. അതാണ് ഇപ്പം ഞാൻ അതിനെക്കുറിച്ചാണ് കൂടുതൽ നടത്തുന്നത്. എല്ലാ കോളേജുകളും ഭിന്നശേഷി സൗഹൃദമാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇല്ല, അതെന്തുകൊണ്ടാണ് അങ്ങനെ? ഇപ്പം RPW ആക്ട് 2016 പ്രകാരം പറഞ്ഞിരിക്കുന്നത് എല്ലാ കോളേജായാലും ഗവൺമെന്റ് സ്ഥാപനങ്ങൾ, ഗവൺമെന്റ് ഏതര സ്ഥാപനങ്ങളും ഡിഫറൻറ്റ്ലി ഏബിൾ ഫ്രണ്ട്ലി ആകണമെന്ന്. പക്ഷേ ഇന്ന് നമ്മുടെ പല മേഖല, ഇപ്പം ബാങ്കിങ് ആണെങ്കിലും പല ബാങ്കുകൾ ഇപ്പം 2ാമത്തെ നിലയിലാണ്. ഇപ്പം ഒരു വീൽ ചെയർ യൂസ് ചെയ്യുന്ന ഒരാൾക്ക് 2ാമത്തെ നിലയിൽ എത്തുക എന്ന് പറയുന്നത് ഭയങ്കര പ്രതിസന്ധിയല്ല. അവിടെ റാമ്പുകളില്ലാത്ത പല കോളേജുകളിൽ റാമ്പുകളില്ല. ഇന്നും വിഷയാവതരണങ്ങൾക്കൊക്കെ പോയിട്ടുള്ള പല കോളേജുകളിലും റാമ്പുകളില്ല. അത് വലിയ പ്രതിസന്ധിയാണ്. വിദ്യാർത്ഥികൾക്ക് അത് മാനസികമായിട്ട് സംഘർഷം ഉണ്ടാകും. അതുകൊണ്ട് പഠനത്തിൽ അവര് മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കരുതി പഠനം ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലേക്ക് പോകുന്നൊരു ഇതാണ് ഡിസബിലിറ്റി ഉള്ളവർ നേരിടുന്നത്. ഇന്ന് നമ്മുടെ സർക്കാർ പല രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്ന, പല വർഷങ്ങൾക്ക് മുമ്പുള്ള രീതിയിൽ നിന്നും കുറെ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ട് മാറ്റങ്ങൾ വന്നിട്ടില്ലെന്നല്ല, പക്ഷെ ഇനിയും മാറേണ്ടതായിട്ടുണ്ട്.
റോഡുകള്, ഗതാഗതം എല്ലാം രീതിയിൽ മാറ്റി ഇനിയും വരാനുണ്ട്. പലപ്പോഴും ആ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ വിട്ടുപോകുന്നുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട്. അതായത് ഇങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്, നമ്മളും അവരെ ചേർത്ത് പിടിക്കേണ്ടതാണ് എന്നുള്ള രീതിയിൽ ആളുകൾ ചിന്തിക്കാതെ ഇപ്പൊ ബാങ്കിങ് സ്ഥാപനങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ സ്കൂളുകളായിക്കോട്ടെ, സ്കൂളുകളിൽ കുറച്ചുകൂടി അങ്ങനെ ഒരു ഫ്രണ്ട്ലി ആണ് എന്ന് തോന്നുന്നു. പക്ഷെ ബാക്കിയുള്ള സ്ഥാപനങ്ങളിലും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇങ്ങനെ ഒരു ഫെസിലിറ്റീസും കാര്യങ്ങൾക്കൊക്കെ എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് പറഞ്ഞ ശരിയാണ്. കാരണം 2015 സാമൂഹ്യനീതിയുടെ ഒരു സർവേ പ്രകാരം 9 ലക്ഷത്തോളം ആൾക്കാർ ഭിന്നശേഷിക്കാർ തന്നെ നമ്മുടെ കേരളത്തിലുണ്ട്. ഈ 9 ലക്ഷത്തിലെ 500 സംതിങ് ആൾക്കാർ മാത്രമേ ഉള്ളൂ ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് വന്ന്. ബാക്കി എല്ലാവരും ഒരു പ്രീ പ്രൈമറി ഇല്ലെങ്കിൽ പ്രൈമറി സെക്കൻഡറി എന്നുള്ള രീതിയിൽ മാറിയേക്കാം. 10ാം ക്ലാസ് വരെ സ്കൂൾ വീടിനടുത്ത് കാണും. ഇപ്പം വീട്ടുകാർക്ക് കൊണ്ടുവിടാനും അല്ലെങ്കിൽ കൊണ്ടുവരാനും ഉള്ള സൗകര്യങ്ങളായിരിക്കും. പിന്നീട് കോളേജ് വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസങ്ങളിലേക്ക് പോകുമ്പോൾ വീടുകളിൽ നിന്ന് മാറി ഒത്തിരി ദൂരമായിരിക്കും. പക്ഷെ പോകാനുള്ള സാഹചര്യങ്ങൾ കുറയുന്നത് കാരണം അവരുടെ വിദ്യാഭ്യാസം മുടങ്ങുന്ന ഒരു സാഹചര്യം. എല്ലാരും ഉൾവലിയ അത് എന്ന് വെച്ചാൽ നമ്മളിപ്പം മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കുന്നത് ഭയങ്കര മാനസിക വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുതെന്ന് പറഞ്ഞ് സ്വയം ഉൾവലിയുന്ന ഒരു പ്രവണത. അത് മാറണമെങ്കിൽ അവർക്ക് സഞ്ചരിക്കാനും അവർക്ക് വേണ്ട ഫെസിലിറ്റീസ് വേണം നമ്മുടെ അതോറിറ്റികൾ കൊടുക്കേണ്ടത്. അതൊക്കെ ശരിക്കും വീട്ടിൽ നിന്നാണ് ആ ഒരു കോൺഫിഡൻസ് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾ പുറകിലേക്ക് പോകേണ്ട ആൾക്കാരല്ല, ഉൾവലിയേണ്ട ആൾക്കാരല്ല, മുമ്പിലോട്ട് വരേണ്ട ആൾക്കാരാണ് എന്ന് ഒരു കോൺഫിഡൻസ് നമ്മുടെ വീടിന്റെ ഉള്ളിൽ നിന്നാണ് അത് ബിൽഡ് ചെയ്യേണ്ടതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രിയ ഒരുപാട് ഭാഗ്യം ചെയ്ത ഒരാളാണെന്ന് പറയാം. അമ്മ അത്രയും സപ്പോർട്ടീവാണ്. എനിക്കൊന്ന് ഗർഭസ്ഥാവസ്ഥയിൽ തന്നെ അമ്മയ്ക്ക് അറിയാമായിരുന്നു ചെറിയ കുഴപ്പങ്ങളുണ്ട് എന്നുള്ളത് അറിയാമായിരുന്നിട്ട് പോലും ആ ഒരു കാര്യം അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ അമ്മയുടെ ആ ഒരു തീരുമാനം കൊണ്ടായിരിക്കാം. എന്താ പറയുക, ഞാൻ സങ്കടങ്ങൾ അനുഭവിച്ചിട്ടില്ലെന്ന് ഒരിക്കലും പറയത്തില്ല. ഒരു UP കാലഘട്ടങ്ങളിൽ അപ്പോഴാണ് നമ്മൾ എന്താണെന്നുള്ള ഒരു കാര്യങ്ങളിലേക്ക് തിരിച്ചു അറിയുന്നത്. ഇപ്പൊ മറ്റുള്ള കുട്ടികൾ കളിയാക്കുന്നു, പല പേരുകൾ വിളിക്കുന്നു. അപ്പൊ നമ്മൾ വിചാരിക്കും ഇതെന്താണ്. സ്വന്തം വീട്ടിൽ നിന്ന് അങ്ങനെ ഒരു അനുഭവം ഇല്ലെങ്കിൽ നിനക്ക് ഒരു പരിമിതി ഉണ്ടെന്ന് അറിയിക്കാതെ മറ്റു കുട്ടി ഒരു നോർമൽ നോൺ ഡിസബിലിറ്റി ആളെ പോലെ വളർത്തിയിട്ട് സ്കൂളുകളിലേക്ക് വരുമ്പോഴാണ് ആ ഒരു മാറ്റം നമ്മൾ ഫീൽ ചെയ്തത്. വിഷമിച്ച് സങ്കടപ്പെട്ടു, കരഞ്ഞു, എല്ലാ നിമിഷങ്ങളും ഞാൻ കടന്നു പോയതാണ്. അപ്പോൾ അമ്മ പറഞ്ഞൊരു കാര്യമാണ് അന്ന് എപ്പോഴും അമ്മ എന്നോട് പറഞ്ഞിട്ടുള്ളത്, നീ സങ്കടപ്പെട്ടാൽ വീട്ടിൽ തന്നെ 4 ചുവരുകൾക്കുള്ളിൽ നിൽക്കേണ്ടി വരും. അല്ല, ഇതിൽ നിന്നും ഉൾക്കൊണ്ടുകൊണ്ട് നീ മുന്നോട്ട് പോയാൽ നിനക്ക് ലൈഫിൽ എന്തെങ്കിലും അച്ചീവ്മെന്റുകൾ നേടാൻ പറ്റും. പക്ഷെ അപ്പോഴാണെങ്കിൽ മനസ്സിലായി, ശരിയാ, ഞാൻ വിഷമിച്ച് ഇനി ഇതിനൊരു മാറ്റം ഉണ്ടാവത്തില്ല. ചിലപ്പോൾ മാറ്റം ഇനി എന്തെങ്കിലും ഒരു മിറാക്കിൾ സംഭവിക്കണം. ആ മിറാക്കിൾ സംഭവിക്കുന്നവരെ ഞാൻ നോക്കി നിന്ന് എന്നെ ഇത്രയും വളർത്തുന്ന അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരു വിഷമാവോ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് മുന്നോട്ട് വന്നത്. എനിക്ക് അവര് തന്ന ഏറ്റവും ഒരു മൂല്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏറ്റവും വലിയ ഗിഫ്റ്റാണ് എൻ്റെ എഡ്യൂക്കേഷൻ. ആ എഡ്യൂക്കേഷൻ ഉള്ളത് കൊണ്ടാണ് ഇപ്പം സംസാരിക്കാനും സംഘടനാ പ്രവർത്തനങ്ങളുണ്ട്. ആ സംഘടനാ പ്രവർത്തനങ്ങളും വന്നതും എല്ലാം എഡ്യൂക്കേഷൻ തന്നത് കൊണ്ട് മാത്രമാണ്. നമ്മൾ പറയാം ഡിസബിലിറ്റി ഉള്ളവർക്ക് ഏറ്റവും വേണ്ടത് അവരുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് വിദ്യാഭ്യാസമാണ്. അവർക്ക് യാത്ര ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റീസും ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യണം. അവർക്ക് വേണ്ട സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഒരുക്കി കൊടുക്കാൻ ബാക്കിയുള്ളവർ തയ്യാറാണെന്നുണ്ടെങ്കിലും ഈ ഒരു കോൺഫിഡൻസിന്റെ ലെവല് ഭയങ്കരമായിട്ട് കുറഞ്ഞു വരുന്നതും കാണാം. അതായത് ഇപ്പൊ കോൺഫിഡൻസ് കൊടുക്കാനായിട്ട് വീട്ടുകാരുണ്ട് എന്നുണ്ടെങ്കിലും അവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് നമുക്കിപ്പോ ഊഹിക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ആരെങ്കിലും കളിയാക്കുമോ, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് ചെന്നാൽ കളിയാക്കുമോ, അങ്ങനെയൊക്കെ ഉള്ള ഒരു ടെൻഷനായിരിക്കും എപ്പോഴും ഉള്ളിലുള്ളത്. അതൊന്ന് മാറി വരാനായിട്ട് കുറച്ച് കാലങ്ങൾ എടുത്തുന്നിരിക്കും. പ്രിയക്ക് എങ്ങനെയായിരുന്നു ആ ഒരു മാറ്റം എന്ന് വെച്ചാൽ നമ്മൾ ഉൾക്കൊള്ളുക, നമ്മുടെ അവസ്ഥ എന്താണെന്ന് തിരിച്ചറിയുക. അതിൽ നിന്ന് മാറാൻ പറ്റുന്നത് കാണും, മാറാൻ പറ്റാത്ത സാഹചര്യങ്ങൾ കാണും. പക്ഷെ അത് എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുക. ആ തിരിച്ചറിയിൽ നിന്നാണ് നമ്മൾ മാറുന്നത്. നമ്മൾ മനസ്സിൽ നിന്ന് എൻ്റെ അവസ്ഥ, എനിക്ക് അക്കോൺട്രോപ്ലേസി എന്ന ശാരീരിക അവസ്ഥയാണ്. ഗ്രോത്ത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലേക്ക് ഗ്രോത്ത് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നില്ല, വളർച്ചയുടെ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നില്ല. അപ്പം ഇനി അത് ഉൽപ്പാദിപ്പിക്കുന്നവരെ നോക്കിയിരിക്കേണ്ട ഇല്ല, ഇതാണ് എൻ്റെ സാഹചര്യം. ഈ സാഹചര്യം ഞാൻ മനസ്സിലാക്കിയപ്പോഴും ആണ് ഞാൻ മുന്നോട്ട് ഇറങ്ങാൻ തുടങ്ങിയത്. അല്ലെങ്കിൽ ഞാനും തളർന്നില്ലെന്നല്ല, തളരും. ഇത് ഒരു പ്രതിസന്ധി നേരിടുന്നത് എല്ലാവരും തളരുന്ന പോലെ തളരുക തന്നെ ചെയ്യും. പക്ഷെ അവിടെ നിന്ന് മുന്നോട്ട് വരുന്നിടത്താണ് നമ്മളുടെ ഒരു വിൽ പവർ എന്ന് പറയുന്നത്. അത് ആർജിച്ചെടുക്കണം.
നമ്മുടെ സാഹചര്യം മനസ്സിലാക്കുക, നമ്മളത് ഉൾക്കൊള്ളുക, മുന്നോട്ട് പോവുക. ഒരു മോശമായിട്ടുള്ള അനുഭവങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഓർമ്മയിലുണ്ടോ? തിരുവനന്തപുരത്താണ് ഞാൻ പഠിച്ചത്. അമ്മയ്ക്ക് ജോലി തിരുവനന്തപുരത്തായിരുന്നു, കേരള യൂണിവേഴ്സിറ്റിയിലായിരുന്നു. അപ്പൊ അതുകൊണ്ട് അവിടെ തന്നെ ആയിരുന്നു ആദ്യം UP കാലഘട്ടം, UP LP ഒക്കെ. അപ്പൊ ആദ്യം അമ്മ പറഞ്ഞു, എനിക്ക് വലിയ ഓർമ്മയില്ല, എന്നാലും അമ്മ പറഞ്ഞു ആദ്യം സ്കൂളുകളിൽ ചെന്നപ്പം ഒരു കന്യാസ്ത്രീ നടത്തുന്ന സ്കൂളായിരുന്നു. അവിടെ ചെന്നപ്പോൾ എനിക്ക് അഡ്മിഷൻ തന്നില്ല. അഡ്മിഷൻ തരാനത് ഹൈറ്റ് കുറവാണ്, മറ്റുള്ള കുട്ടികൾ ഉപദ്രവിച്ചാൽ അവർക്ക് നോക്കാൻ പറ്റില്ല, വീണാൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്തം പറയാൻ പറ്റില്ല, അങ്ങനെയുള്ള പല ന്യായങ്ങളാണ് അവർ പറഞ്ഞത്. പക്ഷെ അതിന് ഏറ്റവും രസം എന്ന് വെച്ചാൽ ഒരു കന്യാസ്ത്രീയാണ് കുട്ടികളെയും അശരണരെയും എല്ലാവരെയും നോക്കേണ്ട, അല്ലെങ്കിൽ അവരെ ഒപ്പം ചേർത്ത് നിൽക്കേണ്ട ഒരു വ്യക്തിയാണ്. അങ്ങനെ അമ്മയോട് നേരിട്ട് പറയുമ്പോൾ ഒരു അമ്മയെന്ന രീതിയിൽ അമ്മ നന്ന് വിഷമിച്ചു. പക്ഷെ പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ, പിന്നീടുള്ള നാളുകളിലെല്ലാം ഞാൻ പഠിച്ച സ്കൂളുകളെല്ലാം എന്നെ ഒപ്പം ചേർത്തിട്ടേ ഉള്ളൂ, ഒന്നിൽ നിന്ന് മാറ്റിയിട്ടില്ല. UP ആയാലും LP ആയാലും ഹൈസ്കൂളായാലും എല്ലായിടത്തും എന്നെ, കോളേജുകളായാലും അങ്ങനെയായിരുന്നു. പിന്നെ ഉള്ള വിഷമം എന്ന് വെച്ചാൽ പല സാഹചര്യങ്ങളിൽ നിന്ന് ഒരു ഭിന്നശേഷി ഡിസബിലിറ്റി ഉള്ള ആളായതുകൊണ്ട് വിവാഹങ്ങൾ, ചടങ്ങുകൾ, ചിലർ ബന്ധത്തിൽ തന്നെ വിളിക്കാതെ പോയിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ സത്യം പറഞ്ഞാൽ ഇപ്പൊ ഞാൻ അവരോടൊക്കെ നന്ദി പറയും. അതൊക്കെയാണ് എൻ്റെ ഒരു വാശി ലൈഫിനോട് ഉണ്ടാക്കിയെന്ന് ഞാൻ. അതായത് റിലേറ്റീവ്സിൽ നിന്ന് പോലും, ബന്ധുക്കളിൽ നിന്ന് പോലും മാറ്റി തീർത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ പല വിഷയങ്ങൾ നേരിട്ടിട്ടുണ്ട്. പക്ഷെ അത് ഒരു പക്ഷെ അവരോട് ഞാനിപ്പൊ നന്ദി പറയാ. അങ്ങനെയുള്ള തിരിച്ചടികൾ, വിഷമങ്ങൾ തന്നത് കൊണ്ടാകാം പിന്നെ ലൈഫിനോട് എപ്പോഴും വാശിയായിരുന്നു, ഇപ്പോഴും വാശിയാണ്. ഒന്നും ഞാൻ ഇതുവരെ നേടിക്കഴിഞ്ഞിട്ടില്ല. ഇനി എനിക്ക് കുറെ കാര്യങ്ങൾ ഫിനാൻഷ്യൽ സ്റ്റേബിൾ ആയിട്ടില്ല, അത് അണ്ണനെയും അമ്മയെ ഹെൽപ്പ് ചെയ്യണം. ഒരുപാട് ജോലികൾ നമുക്ക് മനസ്സിലുണ്ടാവും. ബിസിനസ് എന്ന് പറയുമ്പോൾ ഒരുപാട് മേഖലകൾ നമുക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കും. പക്ഷെ എങ്ങനെയാണ് ഈ ഭക്ഷണം എന്നുള്ളത് തിരഞ്ഞെടുക്കുക? ഒരാളെ സന്തോഷിപ്പിക്കാൻ പറ്റുന്നതും അവന് മതി എന്ന് പറയുന്നത് ഭക്ഷണം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം എന്ത് കിട്ടിയാലും ആർത്തിയാണ് മനുഷ്യന്. എനിക്കുമായാലും അങ്ങനെ തന്നെയാണ്. മതിയെന്ന് നമ്മൾ പറയാതെ, പക്ഷെ ഭക്ഷണം വയറ് നിറച്ച് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് മതി എന്ന് പറയുന്ന ഒരു കാര്യം. പിന്നെ മനുഷ്യന് സന്തോഷം നൽകുന്ന, അല്ലെങ്കിൽ ഒരു നല്ല ഫുഡ് കഴിച്ചാൽ നമുക്കൊരു പുഞ്ചിരി, അടിപൊളി എന്നുള്ള സാധനം വരും. അതിൽ നിന്നാണ് നമ്മള് ഫുഡ് എന്ന് പറഞ്ഞത്. ആദ്യം പല ഫുഡ് ഹോട്ടൽ അങ്ങനെയൊക്കെ തോന്നി. പക്ഷെ കുറച്ചുകൂടി എളുപ്പം, ഇല്ലെങ്കിൽ നമുക്കും കൂടി അതിനകത്ത് ഇൻവോൾവ് ആകാൻ പറ്റുമെന്ന് തോന്നി. ഞാൻ കുറച്ച് അതിന്റെ ഡീറ്റെയിൽസ് പഠിച്ചിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇതാണ് കുറച്ചുകൂടി എന്നുള്ള കുറച്ചുകൂടി ഈസി എന്നുള്ള രീതിയിൽ എടുത്തത്. എങ്ങനെയാ ആ ഒരു കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടിങ് തുടങ്ങിയത്? ഇപ്പൊ ലോണും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് വന്നിരിക്കും. കാരണം നമുക്ക് തന്നെ ഇപ്പൊ ലോൺ എടുക്കാനും കാര്യങ്ങൾക്കും ഒക്കെ ഒരുപാട് പ്രൊസീജിയേഴ്സും കാര്യങ്ങളും ഒക്കെ നോക്കണം. അതൊക്കെ സെറ്റായാൽ മാത്രമേ ഒരു ലോണിന് വേണ്ടിയിട്ട് നമുക്ക് അപേക്ഷ. ഇപ്പം നമുക്ക് യുവാക്കൾക്കും അല്ലെങ്കിൽ പുതിയ സംരംഭം തുടങ്ങുന്നവർക്കും വേണ്ടി ഗവൺമെന്റ് തന്നെ പല രീതിയിലുള്ള സ്കീമുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ പല ബാങ്കുകളും അത് കൃത്യമായിട്ട് നടപ്പാക്കുന്നില്ലെന്നുള്ളത്. പല രീതിയിലുള്ള ലോൺ സ്കീമുകൾ നമുക്ക് ഉണ്ട്. ഈട് വെക്കാതുണ്ട്, ഈട് വെച്ചുകൊണ്ട് തന്നെ ഉള്ളതുണ്ട്. അപ്പം ഫസ്റ്റ് ഞാൻ ബാങ്കിനെ സമീപിച്ചപ്പോൾ ആദ്യത്തെ ബാങ്ക് എനിക്ക് ലോൺ തരില്ല. അവര് പല വ്യവസ്ഥകൾ പറഞ്ഞു. നമുക്ക് താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള പല കാര്യങ്ങളാണ് പറഞ്ഞത്. അവര് നമ്മൾ മനഃപൂർവ്വം ഒഴിവാക്കേണ്ട രീതിയിൽ, ഒരുപക്ഷെ അവര് വിചാരിച്ചാണ് ഡിസബിലിറ്റി ഒരാൾക്ക് ലോൺ കൊടുത്താൽ നാളെ പ്രശ്നമാകും, അടയ്ക്കാതെ വന്നാൽ, അങ്ങനെയൊക്കെയുള്ള ഇതായിരിക്കാം. പക്ഷെ അതൊക്കെ നമുക്ക് ആദ്യം കിട്ടിയില്ല. പിന്നെ നമ്മൾ SBIയിലാണ് പോയത്. അവിടെ കാര്യങ്ങൾ സംസാരിച്ചു. നമ്മൾ ഇങ്ങനെയാണ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, പ്രോജക്റ്റിന്റെ കാര്യങ്ങൾ വിശദമായിട്ട് അവർ കേട്ടു. അവര് നല്ല രീതിയിൽ നമ്മളോട് റെസ്പോണ്ട് ചെയ്ത് നമുക്ക് ഫുൾ സപ്പോർട്ട് ബാങ്കിന്റെ ഇതിലുണ്ടായിരുന്നു. പിന്നെ ഇൻഡസ്ട്രിയൽ ഓഫീസറുണ്ട്. പഞ്ചായത്തുകൾക്കും വ്യവസായം തുടങ്ങാൻ വേണ്ടി ഇൻഡസ്ട്രിയൽ ഓഫീസർ നമുക്ക് കൂടെ കാണും. അവർ നമുക്ക് ബാക്കി കാര്യങ്ങൾ, പേപ്പേഴ്സ് വർക്ക് എല്ലാം അവരാണ് നമുക്ക് ഒപ്പം നിന്ന് ചെയ്തു തന്നു. പിന്നെ ഇങ്ങനെ അതിന്റെ പുറകെ നമ്മൾ പോയി. പിന്നെ ഇത് ലോൺ സാങ്ഷനായി പെട്ടെന്ന് ഇങ്ങനെ തുടങ്ങി. എങ്ങനെയായിരുന്നു ഫസ്റ്റത്തെ ആ ഒരു കച്ചവടവും കാര്യങ്ങളൊക്കെ, ഉദ്ഘാടനവും കാര്യങ്ങളൊക്കെ വലിയ കേമായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു? അതൊക്കെ ഒന്ന് പറഞ്ഞേക്കാം, സന്തോഷമുള്ള കാര്യങ്ങൾ പറയും. അതായത് ഉദ്ഘാടനം നമ്മളെ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയൻകോപൻ സാറാണ് ചെയ്തത്. നമ്മള് ഫസ്റ്റ് ആദ്യം നമ്മൾ ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ ഒരു വെറുതെ ഒന്ന് ഉദ്ഘാടനം എന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല, ബ്രദർ പറഞ്ഞു അങ്ങനെയല്ല, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയൊരു കാര്യമാണ്. അപ്പം അണ്ണൻ പറഞ്ഞു നമുക്ക് നല്ല വിപുലമായിട്ട് തന്നെ നടത്താം. നമുക്ക് അങ്ങനെ വന്നു. സാറിനെ പോയി കണ്ടു. സാറിന് ആദ്യം ഞങ്ങൾ പറഞ്ഞൊരു ഡേറ്റ് അന്ന് സാറിന് ഒക്കത്തില്ലായിരുന്നു.
എന്നിട്ട് സാറ് പറഞ്ഞു ഇല്ല എന്റേതായത് കൊണ്ട് സാറിന് അപ്പം ഭയങ്കര സന്തോഷം. മറ്റൊരു ഡിസബിലിറ്റി അല്ല നോൺ ഡിസബിലിറ്റി ആളിൽ നിന്ന് വ്യത്യസ്തമാണല്ലോ. അപ്പം സാറിന് പങ്കെടുക്കണമെന്നുണ്ട്. അപ്പൊ സാറിനും കൂടി സമയം നോക്കി നമ്മള് പ്ലാൻ ചെയ്യുമായിരുന്നു. ആ നിമിഷം വല്ലാത്തൊരു നിമിഷമാണ് നമ്മുടെ ലൈഫില്. ഇനി നേടാനുണ്ട് ഞാൻ പറഞ്ഞല്ലോ, പക്ഷെ എന്നാലും അതൊരു കണ്ണ് നനയിക്കുന്നൊരു നിമിഷം. കുറ്റപ്പെടുത്തിയവര്, കളിയാക്കിയവര്, ചേർത്ത് നിർത്തിയവര്, സ്നേഹിച്ചവർക്ക് എല്ലാവർക്കും എനിക്ക് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊരു മറുപടിയും ചേർത്ത് നിർത്തലും ഒക്കെ ആയിരുന്നു അത്. ഇപ്പോ ലിറ്റിൽ പീപ്പിൾസ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഘടന ട്രസ്റ്റ് ഉണ്ട്. അപ്പൊ അവിടെ നിന്നാണ് കുറച്ചുകൂടി സ്പോർട്സിലേക്കൊക്കെ കുറച്ചുകൂടി മികവ് കാണിക്കണം എന്നുള്ളത് തുടങ്ങിയത്. അപ്പോ ആ ഒരു സംഘടന, ആ ഒരു ട്രസ്റ്റ് എങ്ങനെയാ പ്രവർത്തിക്കുന്നത്? ലിറ്റിൽ പീപ്പിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ കേരളത്തില് ഉയരം കുറഞ്ഞ മനുഷ്യരുടെ ഒരു ഗ്രൂപ്പായിരുന്നു. അത് വാട്സപ്പ് ഗ്രൂപ്പായിരുന്നു. അവിടെ നിന്ന് നമ്മൾ പിന്നെ ട്രസ്റ്റിലേക്ക് മാറുകയായിരുന്നു. പ്രസിഡന്റ് ജോബി ചേട്ടനാണ്, ഫിലിം ആക്ടർ. സെക്രട്ടറി നീലിമ അഗസ്റ്റിൻ എന്ന് പറഞ്ഞ ചേച്ചിയാണ്. അപ്പം അങ്ങനെ അതിനകത്ത് പല മേഖലയിലുള്ളവരാണ് അതിനകത്തുണ്ട്. സ്പോർട്സ് ഇതുണ്ട്, കലാകായിക എല്ലാ മേഖലയിലുള്ളവരും അതിനകത്തുണ്ട്. അപ്പോഴാണ് ഞാൻ അതിൽ ചെല്ലുമ്പോഴാണ് ഞാൻ അറിയുന്നത് എന്താ ഭിന്നശേഷിക്കാർക്കും ഒരു സ്പോർട്സ് മത്സരങ്ങളുണ്ടെന്നും അവർ പല രീതിയിലുള്ള മത്സരങ്ങൾ, ദേശീയ അന്തർദേശീയ മത്സരങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്നും അവിടെ ചെല്ലുമ്പോഴാണ് ഞാൻ അറിയുന്നത്. ചെല്ലുമ്പോൾ അവിടെ ആകാശ് എസ് മാധവ് എന്ന് പറയുന്ന ഒരാളുണ്ട്. അയാള് വേൾഡ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആളാണ്. അപ്പോൾ മെഡൽ അടിച്ച ആളാണ്. അപ്പം ആളാണ് എന്നോട് പറഞ്ഞ്, പ്രിയ നിനക്ക് ഇതുണ്ട്, നീ ഇതിൽ ഏതെങ്കിലും പങ്കെടുക്കുക, നിനക്ക് പറ്റുമെന്ന് പറഞ്ഞു. പിന്നെ അവിടെ ചെന്ന് ഫസ്റ്റ് ഒരു യാത്രയിൽ തന്നെ ഷോർട്ട് പുട്ടിൽ ഗോൾഡും ഡിസ്കസ് ത്രോയിൽ വെള്ളിയും ബാഡ്മിന്റൺ ഗോൾഡുമാണ് അടിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ നാഷണൽ കളിച്ചു, പൂനെ വെച്ചായിരുന്നു. അവിടെ ഒരു മികവ് കാണിക്കാൻ പറ്റി. പിന്നെ തൊട്ടടുത്ത വർഷം 2023 ഡിസ്കസ് ത്രോയിൽ മാത്രമേ അന്ന് പങ്കെടുക്കാൻ പറ്റില്ല. എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ട് അന്ന് ഒരു ഐറ്റംസിന് പങ്കെടുത്തിട്ട് തിരിച്ചു പോകുന്നു. അതിന് വെള്ളി അടിച്ചു. ഈ വർഷമാണെങ്കിൽ പവർ ലിഫ്റ്റിങ്ങിന് ഗോൾഡും ഷോട്ടിന് വെള്ളിയും ജാവലിംഗ് ത്രോയ്ക്ക് വെള്ളിയും പിന്നെ ഡിസ്കസ് ത്രോയ്ക്ക് വെങ്കലമാണ്. ഇപ്പൊ ഈ പ്രാവശ്യം കുറച്ച് ഒരൈറ്റം കൂടി കൂടുതൽ കിട്ടി. ഇപ്പോ ഇത്ര അച്ചീവ്മെന്റ്സും കാര്യങ്ങളൊക്കെ നേടുമ്പോ ഉണ്ടല്ലോ, ഈ മാറ്റി നിർത്തപ്പെട്ട ആൾക്കാരുണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മളൊരു ഫംഗ്ഷന് വിളിക്കാത്ത ആൾക്കാരോ, അല്ലെങ്കിൽ ഈ സ്കൂളില് അങ്ങനെ ഉണ്ടായിരുന്ന ഒരു അനുഭവവും കാര്യങ്ങളും ഒക്കെ, ഇതൊക്കെ ആലോചിക്കുമ്പോഴേക്കും ഉള്ളിലൊരു പ്രൗഡ് ഫീലിംഗ് അല്ലേ തോന്നണേ? അതൊക്കെ ബാക്കിയുള്ളവർക്ക് എങ്ങനെയാ അത്? എന്തെങ്കിലും കുറവുകളുള്ള ആൾക്കാരുണ്ടാവുമല്ലോ, അപ്പൊ ആ ഒരു കാറ്റഗറിപ്പെട്ട ആൾക്കാരോട് പ്രിയക്ക് ശരിക്കും എന്താ പറയാനല്ലേ? പുതുതായിട്ട് കിട്ടി. ഇപ്പം വേറൊരെണ്ണം കൂടി കിട്ടി, തനിമ എന്ന കലാസാഹിത്യ വേദിയുടെ അവരുടെ ഈ വർഷത്തെ പുരസ്കാരം എനിക്ക് കിട്ടിയിട്ട്. അപ്പം ഇപ്പം 2 പുരസ്കാരമാണ് നിലവിൽ ഇപ്പൊ കിട്ടിയത്. അപ്പൊ ഇത് കിട്ടുമ്പോ നമ്മുടെ ലൈഫില് നമ്മള് ഇത്രയും നാൾ അനുഭവിച്ച വിഷമങ്ങള്, സങ്കടങ്ങള്, കുറ്റപ്പെടുത്തലുകള്, മാറ്റി നിർത്തൽ, എല്ലാത്തിനും ഒരു കൊടുക്കുന്ന മറുപടി ആയിരിക്കാം ഒരു പക്ഷെ ഇത്. പക്ഷെ ഇനിയും കൊടുക്കാനുണ്ട്, മറുപടികൾ ഇനിയും കൊടുക്കാനുണ്ട്. ഞാൻ ഒന്നും ആയിട്ടില്ല, ഇനിയും മുന്നോട്ട് പോകണം. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, വിഷമിച്ച് സങ്കടപ്പെട്ടിരുന്നാൽ നമ്മളൊന്നും ആകത്തില്ല. പ്രതിസന്ധികൾ വരും, അത് ആർക്കായാലും പല രീതിയിൽ പ്രതിസന്ധികൾ വരും. പക്ഷെ അതിൽ നിന്ന് നമ്മൾ അവിടെ നിന്ന് കരഞ്ഞാൽ നമ്മൾ ഒന്നും ആവത്തില്ല. ലൈഫിൽ മുന്നോട്ട് പോകണം, വാശി വേണം. നമ്മളെ കൊണ്ട് പറ്റാത്തതായിട്ടൊന്നുമില്ല. നമുക്ക് ഒരു ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ മറ്റൊരു രീതിയിൽ നമുക്ക് എബിലിറ്റിക്കുള്ള, നമുക്ക് മുന്നേറാനുള്ള എന്തെങ്കിലും ഒരു കഴിവ് നമ്മുടെ ഉള്ളിൽ തന്നെ കാണും. ആ കഴിവിനെ മനസ്സിലാക്കി പോളിഷ് ചെയ്ത് മുന്നോട്ട് പോവുക. കോളേജാണ് ഒരു മാറ്റം വരുത്തിയത്. അല്ലാതെയുള്ള കോളേജുകളിലൊക്കെ പോലെ അല്ല ഒരു സർവകലാശാലയിൽ പഠിച്ചപ്പോൾ ഉണ്ടായിരുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത്. അതെങ്ങനെയായിരുന്നു ആ ഒരു മാറ്റം ഫീൽ ചെയ്യുന്നത്? ഡിഗ്രി ചെയ്തത് പന്തളം NSS കോളേജാണ്. അവിടെ എന്ന് വെച്ചാൽ രാവിലെ ബ്രദർ കൊണ്ടുവിടും, തിരിച്ച് വൈകിട്ട് ബ്രദർ തന്നെ തിരിച്ചു കൊണ്ടുവരും. പക്ഷെ അതിനിടയ്ക്കുള്ള ഒരു സമയങ്ങളൊന്നും എനിക്കത് കോളേജ് ആസ്വദിക്കാൻ ഇതുവരെ പന്തളം കോളേജിൽ എനിക്ക് സാധിച്ചിട്ടില്ല. പക്ഷെ അവിടെ നിന്ന് മലയാള സർവകലാശാല, തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയിലേക്ക് പോകുമ്പോഴാണ്, അവിടെ എത്തുമ്പോൾ നമ്മൾ മറ്റൊരാളായിട്ട് മാറുകയായിരുന്നു ശരിക്കും പറഞ്ഞു. അവിടെ ചിലപ്പോൾ എന്നെ ടീച്ചർമാര്, കൂടെയുള്ള അധ്യാപകര്, കൂടെയുള്ള വിദ്യാർത്ഥികള്, അവിടുത്തെ മറ്റ് നോൺ ടീച്ചിങ് സ്റ്റാഫുകള് എല്ലാവരും എന്നെ എല്ലാത്തിനും മുന്നോട്ട് കൊണ്ടുവരുമായിരുന്നു. എല്ലാ കാര്യങ്ങളും, അല്ലെങ്കിൽ ഒരു സെമിനാറിന്റെ വിഷയങ്ങൾ, അല്ലെങ്കിൽ മറ്റെന്തൊരു പ്രോഗ്രാം ആകുമ്പോൾ
ടീച്ചേഴ്സ് എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെ ഏതെങ്കിലും ഒരു പരിപാടിക്ക് എന്നെയും കൂടി ആഡ് ചെയ്യുമായിരുന്നു. അപ്പൊ അത് നമ്മളെ കൂടുതൽ കൂടുതൽ പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുവന്നു. അവിടെ നിന്ന് പിന്നെ സംഘടനാ പ്രവർത്തനങ്ങൾ വന്നു. സംഘടനാ പ്രവർത്തനം വലിയ രീതിയിൽ എന്നെ വലിയൊരു മാറ്റമാണ് എന്റെ ലൈഫിൽ ഉണ്ടാക്കിയത്. അങ്ങനെ ആ ഒരു ഇതാണ് എന്തൊക്കെ പറഞ്ഞാലും സർവകലാശാലയുടെ ഒരു വലിയൊരു പങ്ക് എന്റെ ജീവിതത്തിലുണ്ട്, എന്റെ മാറ്റത്തിന് വലിയ കാരണമായിട്ടുണ്ട്. ഈ ട്രാവലിംഗ് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നി തുടങ്ങുന്ന ഒരു സമയമുണ്ടല്ലോ, പുറത്തേക്കൊക്കെ നമുക്ക് അത്യാവശ്യത്തിന് എവിടെയെങ്കിലും പോകണം, അങ്ങനെയൊക്കെ ഇപ്പൊ ബസ്സിലാണെങ്കിലും ഓട്ടോയ്ക്കാണെങ്കിലും ഇപ്പൊ ഇവിടെ നിന്ന് പോവാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് എന്ന് തോന്നുന്നു അല്ലേ? അപ്പോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിട്ടുള്ള സാഹചര്യങ്ങളിൽ എന്താ ആദ്യമേ തോന്നിയിട്ടുള്ളത്? എനിക്കൊന്ന് പ്രിയ ഡ്രൈവ് ചെയ്യൂലേ? ഡ്രൈവ് ചെയ്യും. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അവിടുന്ന് കോളേജിൽ നിന്ന് റെയിൽവേ സ്റ്റേഷൻ വരെ പോകേണ്ടത് ബസ്സിനാണ്. ഒരു ദിവസം ബസ്സിൽ കയറുമ്പം നമ്മളെ ഏറ്റവും നേരിടുന്ന ഒരു പ്രശ്നമാണ് ബസ്സിന്റെ ചവിട്ടുപടികൾ. ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, നമ്മുടെ സാജൻ എന്ന് പറയുന്ന ഒരു ഉയരം കുറഞ്ഞൊരു മനുഷ്യൻ മരിച്ചു പോയിട്ടുണ്ട്. അത്ഭുത ദ്വീപിൽ അഭിനയിച്ച ഒരു ചിരിക്കുന്ന. അപ്പൊ ആള് മരിക്കാനുണ്ടായ കാരണം ബസ്സിൽ കയറുമ്പോൾ ചവിട്ടുപടി ചവിട്ടി കിട്ടാതെ വന്നപ്പോൾ ബാക്കിലോട്ട് വീണ് തലയിടിച്ചാ വീണെ. ആ ഇടിയുടെ ആഘാതത്തിലാണ് ആളുടെ മരണം രജിസ്റ്റർ ചെയ്തത്. പക്ഷെ അത് പിന്നീട് ഒരു വലിയ രീതിയിലുള്ള ചർച്ചകളോ അല്ലെങ്കിൽ അതിന് പരിഹാരങ്ങളോ ഒന്നും ഇപ്പോഴും നിലവിൽ വരുന്നില്ല. അപ്പം ഞാൻ ഫേസ് ചെയ്തൊരു കാര്യം അതിന്റെ കൂട്ടത്തിൽ പറഞ്ഞെന്നുള്ളൂ. പക്ഷെ ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന ബസ്സിലാണല്ലോ, ഈ ബസ്സിൽ എനിക്ക് കയറാൻ പറ്റില്ല. നമ്മൾ ചവിട്ടുപടിയിൽ ഉയരം കൂടുതലായതിനാല് മുട്ട് കുത്തിയിട്ട് വേണം കയറാൻ. ഒരു പക്ഷെ മുട്ടുകുത്തി കയറുമ്പോൾ മറ്റുള്ളവർക്ക് അതൊരു തമാശ ആയിരിക്കാം, മറ്റു പലർക്ക് അതൊരു സിമ്പതി ആയിരിക്കാം. പക്ഷെ നമ്മൾ അനുഭവിക്കുന്ന ഒരു മാനസിക സംഘർഷം അത് നമുക്ക് ഇപ്പൊ കേൾക്കുന്നവർക്ക് ചിലപ്പോൾ അതും മനസ്സിലായെന്ന് വരില്ല, പക്ഷെ അനുഭവിക്കുന്നവർക്ക് അതൊരു വലിയ തീവ്രതയാണ്. ബസ്സിൽ ഒരു സീറ്റ് തന്നെ ഉണ്ടല്ലോ, പക്ഷെ അതൊക്കെ ആളുകൾ കയറി സാധാരണ നോർമലി ആളുകൾ കയറി ഇരിക്കാറാണ്, അത് ഫില്ലായി വെക്കാറാണ് പതിവ്. പക്ഷെ അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ട് ചോദിച്ചിട്ടുണ്ടോ അതോടെ ഞാൻ ആ ചോദ്യം വലിയൊരു കാര്യം. ഈ ചോദ്യം അതായത് ഞാൻ ഒരു ദിവസം തിരുവനന്തപുരത്ത്, അതായത് ഈ മത്സരത്തിന്റെ ഒരു ഭാഗമായിട്ട് ഞാൻ തിരുവനന്തപുരത്തോട്ട് പോയപ്പം നമ്മൾക്ക് അനുവദിച്ചിട്ടുള്ള സീറ്റ് ഉണ്ടല്ലോ. അപ്പം നമുക്ക് ഇവിടുന്ന് ബസ് കയറുമ്പോൾ നമ്മൾ ചിലപ്പോൾ ബുക്ക് ചെയ്യാതൊക്കെ പെട്ടെന്ന് പോയത്. അപ്പം വേറെ ആരോ ബുക്ക് ചെയ്തു. അപ്പൊ ഈ ബുക്ക് ചെയ്ത ഭിന്നശേഷിക്കാരുടെ സീറ്റ് ആൾക്ക് കൊടുത്തിട്ടുണ്ട്. വന്നിട്ട് നമ്മളോട് മാറാൻ പറയുന്നു. അപ്പം കണ്ടക്ടർ ഉൾപ്പെടെ നമ്മൾ മാറി കൊടുക്കണം, കാരണം ആ ആള് ബുക്ക് ചെയ്തത് നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല. പക്ഷെ അതൊരു വല്ലാത്തൊരു പ്രതിസന്ധി. നമ്മള് മത്സരത്തിന് വേണ്ടി പോകുന്നു, വല്ലാത്ത ടെൻഷൻ അടിച്ചു പോകുന്നു, നമ്മൾക്ക് അനുവദിച്ചിട്ടുള്ള സീറ്റ് പോലും അപ്പോഴും നമുക്ക് കിട്ടാതെ വരുന്നൊരു സാഹചര്യം വരും. അങ്ങനെ പലർക്കും നമ്മുടെ ഗ്രൂപ്പുകളിൽ ഞാനന്ന് സംസാരിച്ചപ്പോൾ പലർക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. നമുക്ക് അനുവദിച്ച സീറ്റ് പോലും നമുക്ക് കിട്ടാത്തൊരു സാഹചര്യം, മാറിത്തരാൻ ബുദ്ധിമുട്ടുള്ള കാണിക്കുന്നവരുണ്ട്. ഈ KSRTC പോലുള്ള ബുക്ക് ചെയ്യുമ്പോൾ ആ ഒരു സീറ്റ് ഒഴിച്ചു കൊടുക്കേണ്ട ഒരു രീതിയിലേക്ക് സർക്കാരിന്റെ ഇടപെടൽ അത്യാവശ്യമാണ്. പല രീതിയിൽ പ്രതിസന്ധികൾ നേരിടുന്ന മനുഷ്യരായിരിക്കും ബസ്സിൽ കയറുന്നത്. അവന്റെ സ്വന്തം കാശിലില്ലെങ്കിൽ ഒരു സ്വന്തമായിട്ട് പണം മുടക്കി വലിയ രീതിയിലൊരു സ്വന്തം സൗകര്യത്തിനനുസരിച്ച് വാഹനം എടുത്തുകൊണ്ടു പോകാൻ പറ്റാത്ത പല ആൾക്കാരുമാണ് പൊതു ട്രാൻസ്പോർട്ടിങ് എടുക്കുന്നത്. പക്ഷെ അവർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റാത്ത പല സാഹചര്യങ്ങളും ഉണ്ടാവുന്നുണ്ട്. കുറച്ച് പരിമിതികളുള്ള ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ നേരിടുന്ന പ്രധാന പ്രശ്നം എന്താന്ന് പ്രിയക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്? റിസർച്ച് ചെയ്തിട്ടുള്ള ഒരാളായതുകൊണ്ടാട്ടോ ഞാൻ ചോദിക്കുന്നത്. നേരിടുന്നത് ഒന്ന്, നമുക്ക് വിദ്യാഭ്യാസ രംഗത്ത് ഒരു രീതിയിലുള്ള ആനുകൂല്യങ്ങൾ ഇപ്പോൾ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് കിട്ടുന്നില്ല. സ്കോളർഷിപ്പുകളുണ്ട്, പക്ഷെ അത് കൃത്യമായിട്ട് കിട്ടുന്നില്ല. ഇപ്പൊ ഗ്രാൻസ് ഉണ്ട്, ഗ്രാൻസ് പോലും മുടങ്ങിയിട്ടുണ്ട്. പക്ഷെ സ്കോളർഷിപ്പുകൾ കൃത്യമായിട്ട് കിട്ടണം. അതുപോലെ തന്നെ പലയിടത്തും ഇതില്ല, റാമ്പുകളില്ലാത്ത കോളേജുകൾ, പൊതുനിരത്തുകൾ, പൊതു സ്ഥലങ്ങളിലെ പല പൊതു കെട്ടിടങ്ങൾ, അവിടെ ഒന്നും നമുക്ക് റാമ്പുകളുടെ സൗകര്യമില്ല. അത്തരം വിഷയങ്ങൾ ഇടപെടേണ്ടതുണ്ട്, ചേർത്ത് നിർത്തേണ്ടതാണ്. അല്ലാതെ സിമ്പതിയോടെയോ നോക്കേണ്ടവരല്ല ഡിസബിലിറ്റി ഉള്ളവര്. സിമ്പതി അല്ല വേണ്ടത്, ജീവിക്കാനുള്ള പാരിസ്ഥിതിക സാഹചര്യങ്ങളാണ് ഒരുക്കി കൊടുക്കേണ്ടത്. പ്രിയ വന്നു കഴിഞ്ഞപ്പോ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു സിമ്പതിയോടുകൂടി ഒരു ഇന്റർവ്യൂ എടുക്കരുത് എന്നുള്ളത്. അതെങ്ങനെയാ ആ ഒരു നമുക്കുള്ളിൽ അങ്ങനെ ഒരു തോന്നല് വരാനുള്ള ഒരു കാരണം എന്താണ്? ഞാൻ പറയും, പലപ്പോഴും നോക്കുന്നത് സിമ്പതിയോടാണ്. നമുക്ക് സിമ്പതി അല്ല ആവശ്യം, നമുക്ക് ജീവിക്കാനുള്ള ചുറ്റുപാട്, ജീവിക്കാനുള്ള സാഹചര്യങ്ങളാണ് ഒരുക്കി കൊടുക്കുന്നത്. സിമ്പതിയിൽ നോക്കുന്നവർക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല.
അയ്യോ അയ്യോ ആ കുട്ടിക്ക് കയറാൻ പറ്റില്ല, അല്ലെങ്കിൽ ആ കുട്ടിക്ക് നടക്കാൻ പറ്റുന്നില്ല, അത് മാത്രമേ അവിടെ വരുന്നുള്ളൂ. പക്ഷെ സിമ്പതി അല്ല നമുക്ക് വേണ്ടത്, എമ്പതിയാണ്. ജീവിക്കാനുള്ള സാഹചര്യങ്ങളാണ്, അവർക്ക് മുന്നോട്ട് പോകാനുള്ള എല്ലാ ഫെസിലിറ്റീസുമാണ് നമ്മൾ ഗവൺമെന്റ് ആയാലും മറ്റ് അതോറിറ്റികളെ മറ്റ് എല്ലാ അതോറിറ്റികളും ചെയ്തു കൊടുക്കേണ്ടത്. സിമ്പതി കൊണ്ട് ഒന്നും നേടാൻ പറ്റില്ല. മീഡിയ വഴിയാണ് കുറച്ച് പേരെങ്കിലും ഇങ്ങനെ ഇങ്ങനെ ആളുകൾ ഉണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ അവര് ഇങ്ങനെ കുറെ കഴിവുകൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയാം. ഈ സിമ്പതിയുടെ ഒരു മുഖം ക്രിയേറ്റ് ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അവരുടെ ഓരോ രീതിയിലുള്ള കഴിവുകളെ മുന്നോട്ട് കൊണ്ടുവരിക. അവരെ സിമ്പതിയുടെ പിറകിലോ അല്ലെങ്കിൽ ഡിസബിലിറ്റിയുടെ പേരിലോ അതുകൊണ്ട് അച്ചീവ്മെന്റ് ചെയ്തു എന്ന രീതിയിലേക്ക് വരാതെ, അവരിൽ നിന്നുകൊണ്ട് അവർക്ക് അത് പറ്റുന്നുണ്ട്, അതുകൊണ്ട് അവരെ കൂടുതൽ പ്രോത്സാഹനം കൊടുക്കുക, അവർക്ക് ആ ജീവിക്കാനുള്ള ചുറ്റുപാട് കൊടുക്കുക എന്നാണ് ഞാൻ പറയുന്നത്. പല ഇന്റർവ്യൂ ഞാൻ കണ്ടിട്ടുള്ളത് വെച്ച് ഞാൻ പറയാണ്, ചില ഇന്റർവ്യൂ നമ്മൾ ഇപ്പോഴും ചില ടേംസുകൾ മാറ്റിയിട്ടുണ്ട്. വികലാംഗർ എന്നുള്ള ടേംസ് നമ്മൾ മാറ്റിയതാണ്. വികലാംഗ കോർപ്പറേഷൻ എന്നൊരു കോർപ്പറേഷൻ, അതിന്റെ പേര് ഭിന്നശേഷി കോർപ്പറേഷൻ എന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും ചില ചാനലുകൾ ഞാൻ കണ്ടത് വെച്ച് ഞാൻ അതിന്റെ അടിയിൽ പോയി കമന്റ് ചെയ്തിട്ടുണ്ട്, ഈ വികലാംഗരായതുകൊണ്ട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടോ, അത് മാറ്റിയതാണ്. ആ ടൈംസ് ഒക്കെ മാറ്റിയ സാധനങ്ങളാണ്. ഇപ്പോഴും അത് ഫോളോ ചെയ്യുമ്പം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ സംസാരിക്കും, നമ്മൾ കാണുമ്പോൾ അതങ്ങനെ പാടില്ല. അപ്പം ചാനലുകൾ അത് ഒരുപാട് ശ്രദ്ധിക്കാനുണ്ട്. അമ്മ അല്ലേ, പ്രിയയുടെ അമ്മ, പേര് പൊന്നമ്മ. അമ്മയ്ക്ക് ഒരുപാട് അഭിമാനം തോന്നണില്ലേ മകൾ ഇത്രയും അച്ചീവ്മെന്റ്സ് ഒക്കെ മേടിക്കുമ്പോ? ഒരുപാട് അഭിമാനം തോന്നുന്നുണ്ട്. എങ്ങനെയായിരുന്നു ആ ഒരു ജേണി? ഭയങ്കര ആ ഒരു യാത്ര ശരിക്കും ഭയങ്കര ഒരു സ്ട്രഗിളൊക്കെ നിറഞ്ഞതായിരുന്നില്ല? അല്ലെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടില്ലേ ആ ഒരു സമയത്തൊക്കെ? ജനിച്ചു കഴിഞ്ഞപ്പോൾ മുതലേ ഇങ്ങനെ കുഞ്ഞെന്ന് ഗർഭത്തിലിരിക്കുമ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞായിരുന്നു. അപ്പം പിന്നെ ജനിച്ചപ്പോൾ നമുക്കത് അന്നേരം മനസ്സിലാകത്തില്ല. കുറച്ചൊരു വയസ്സ് 2 വയസ്സൊക്കെ ആയപ്പോഴാണ് തീരെ പൊക്കക്കുറവാണെന്ന് നമ്മൾ അറിയുന്നത്. പിന്നെ അവൾ വളർന്ന് സ്കൂളിലൊക്കെ കൊണ്ടുചെല്ലുമ്പം പല സ്കൂളുകാരും അഡ്മിഷൻ കൊടുക്കാതിരുന്നു, മറ്റു കുട്ടികളൊക്കെ ഉപദ്രവിക്കും, ഇവിടെ പറ്റത്തില്ലെന്നൊക്കെ. എങ്കിലും പിന്നെ കാര്യവട്ടത്താണ്, ഞങ്ങൾ തിരുവനന്തപുരത്താണ്. അപ്പം അവിടെ നല്ലൊരു സ്കൂളിൽ പിന്നെ അഡ്മിഷൻ കിട്ടി. അവിടെ ഒന്ന് പഠിച്ചു. പിന്നെ ഞങ്ങൾ വന്നു തേങ്ങമത്ത് ഒരു ഫാമിലി ടീച്ചറിന് ഭയങ്കര ടീച്ചറാണോളെ ഇത്ര ഉയർത്തിക്കൊണ്ടുവന്നത്. പിന്നെ പന്തളത്ത് കോളേജിലും ഏറ്റവും കൂടുതൽ ഇപ്പം മലയാളം യൂണിവേഴ്സിറ്റിയിലാണ് അവൾ പഠിച്ചത്. അവിടുത്തെ അധ്യാപകരും വിദ്യാർത്ഥികളും എല്ലാം അവൾക്ക് അവിടെ രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ ഉണ്ടായിരുന്നാണ് പറയുന്നത്. SFIയുടെ യൂണിറ്റ് സെക്രട്ടറി ഒക്കെ ആയിരുന്നു. ഈ ഒരു പ്രിയ ഭയങ്കര സംസാരിക്കുമ്പോ തന്നെ ഭയങ്കര മെച്ചേർഡായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. എന്ത് വന്നാലും തളരാതെ പിടിച്ചു നിൽക്കണം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ഒരാളാണ്. അത് അമ്മയുടെ അടുത്ത് നിന്നാണ് കിട്ടിയത്. എനിക്ക് അമ്മയോട് സംസാരിക്കുമ്പോ ആ ഒരു അതെ അങ്ങനെയാണ്. അവളെ എല്ലാവരും അങ്ങ് തഴയുമ്പോഴേ എനിക്കത് ഭയങ്കര വിഷമമായിരുന്നു. അന്ന് അവളെ എപ്പോഴും സാധാരണ കുട്ടികളെ പോലെ തന്നെ ഞാൻ വഴക്ക് പറയും. പഠിക്കുമെന്ന് പറഞ്ഞ് ഞാൻ പിള്ളേരെ നിർബന്ധിച്ചിട്ട് 2 പേരെയും നിർബന്ധിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ അവർക്കിങ്ങനെ സമൂഹത്തിൽ നിന്ന് ഇങ്ങനെയൊക്കെയുള്ള നോട്ടം അതൊക്കെ കൊണ്ടായിട്ടുണ്ട്. വിഷമങ്ങളൊക്കെ വന്ന് പറയുമ്പോൾ ഞാനതൊക്കെ വെറും ഒന്നുമല്ല, നമ്മളിതൊന്നുമല്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ വളർത്തിക്കൊണ്ട് വന്നു. പിന്നെ അവളിങ്ങനെ സ്പോർട്സിലാണ് ഏറ്റവും കൂടുതൽ താല്പര്യം. അതിലൊക്കെ പിന്നെ പഠനത്തിലുമൊക്കെ നമുക്ക് പുലർത്തി. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇനി ഇവളെ ഒന്നുമല്ല, ഞാനില്ലേലും അവള് ജീവിച്ചോളൂ എന്നുള്ളത്. അതൊരു പേടിയായിരുന്നു ആദ്യമൊക്കെ, അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പഠിത്തം കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ള രീതിയിലൊക്കെ അമ്മയ്ക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. അവള് തന്നെ ഒരു ലോണൊക്കെ സംഘടിപ്പിച്ച് ഇവിടെ ഒരു ഗ്ലാഡ് ബൈക്സ് എന്ന് പറഞ്ഞൊരു സംരംഭമൊക്കെ തുടങ്ങി. അങ്ങനെ ജീവിക്കാനുള്ള വഴികളും പക്ഷെ അവള് ഒരു ഗവൺമെന്റ് ജോലി പ്രതീക്ഷിച്ചുകൊണ്ട് ഇപ്പം ഇരിക്കുന്നത്. അതെങ്ങനെ അതിന്റെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും അതെന്തെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്യോ അല്ലെങ്കിൽ എക്സാംസ് എഴുതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ? PSC പഠിക്കുന്നുണ്ട്. അല്ല, PSCക്ക് കോച്ചിങ്ങിന് പോകുന്നുണ്ട്. പിന്നെ അതിന്റെ പരീക്ഷ ഒത്തിരി എഴുതിയിട്ടുണ്ട്. ഏതിലെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോ ഇപ്പോ ഒരു ബിസിനസ് സ്വന്തമായിട്ട് റൺ ചെയ്യാണ്. അപ്പൊ അമ്മ എങ്ങനെ അതിനെന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ടോ? ഇങ്ങനെ വേണം, അമ്മ എന്തെങ്കിലും സഹായിക്കാറുണ്ടോ? ഞാനാ സഹായിക്കാം. അമ്മ വരാറുണ്ട്. പിന്നെ എനിക്ക് എന്റെ ടോൺ ഭയങ്കര പ്രശ്നക്കാര്. ചിലപ്പോ ഞാൻ കസ്റ്റമേഴ്സിനോട് എനിക്ക് ഡീൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് അമ്മയെ ഞാൻ ഏൽപ്പിക്കുന്നത്. എന്റെ ടോൺ ചിലപ്പം ആരെങ്കിലും എന്തെങ്കിലും ഇത് പറയുമ്പോൾ പെട്ടെന്ന് സംസാരിക്കുമ്പോ എന്റെ ടോൺ കുറച്ച് ഹാർഷായിട്ടുമ്പോ ആൾക്കാർ വിചാരിക്കും ഞാൻ ഭയങ്കര ഇതാണ്. അതുകൊണ്ട് ഞാൻ അവിടെ ഇരിക്കാറില്ല അധികം. പിന്നെ മോനും എല്ലാ കാര്യങ്ങളും അണ്ണനാണ് എന്റെ എല്ലാം.
പഠിത്തത്തിലെല്ലാം ഞാൻ പറഞ്ഞില്ലേ 12 കോളേജിൽ കൊണ്ടുവിടുക, മറ്റു സ്കൂളുകളിലായാലും എൻ്റെ കൂടെ അവനും ഉണ്ടായിരുന്നു. എന്താ വിഷമിപ്പിക്കുന്നവരോടൊക്കെ ഫൈറ്റ് ചെയ്യാൻ പോയിട്ടുണ്ട്. അങ്ങനെ അമ്മ അടുത്ത അമ്മ ഇങ്ങനെ ഇരുന്നിട്ട് പ്രിയനെ പറ്റി ഇങ്ങനെ സംസാരിക്കുന്ന കേൾക്കുമ്പോൾ ഉള്ളൊരു ഫീൽ എന്ന് പറഞ്ഞാൽ അത് ഒരു വേറെ ഫീലാണല്ലേ. കാരണം എന്ന് വെച്ചാൽ അത്രയും സ്ട്രഗിളൊക്കെ കഴിഞ്ഞ് എന്താ പറയാ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ ഇപ്പം നേരത്തെ സംസാരിച്ചപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് സ്ഥലത്തുനിന്ന് മാറ്റി നിർത്തലുകൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഇത്ര ഒരു അച്ചീവ്മെന്റ്സിൽ നിൽക്കുമ്പോൾ സ്വന്തം അമ്മ ഇരുന്നിട്ട് ആ മോളെ പറ്റി പറയുന്നൊരു ഇതെന്ന് പറഞ്ഞാൽ അത് ഒരുപാട് സന്തോഷം വരും. അതെ, ഇത്രയും നേരം ഞാൻ ബോൾഡായിട്ട് ഇരുന്നു. ഇപ്പൊ പ്രിയക്ക് കയ്യിന്ന് പോകുന്നുണ്ട്. അതാണ് ഞാനിങ്ങനെ പിടിച്ചിരിക്കുകയാണ്. അത് അമ്മ അടുത്തിരിക്കുമ്പോ എനിക്ക് എന്തൊക്കെയോ വിഷമം വരും. ഇത്രയും നേരം പിടിച്ചിരുന്ന പോലല്ല, ഇപ്പൊ ഫീൽ വേറെ മാറി പോകുന്നു. എനിക്ക് ഞാനിത് കണ്ടു കഴിഞ്ഞപ്പം ഈ ഒരു പേപ്പർ കട്ടിംഗ് ആണ് ഞാൻ ഫസ്റ്റ് പ്രിയനെ പറ്റി കാണുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് ആദ്യം എഴുതിയ ഒരു കാര്യമാണ് ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചത്. ഗർഭസ്ഥ അവസ്ഥയില് എന്താ പറയാ അങ്ങനെ തിരിച്ചറിഞ്ഞിട്ട് അതുപോലെ തന്നെ അതുകൊണ്ട് കെയർ ചെയ്തു വന്നെന്നാണ് ഞാൻ അപ്പൊ ആലോചിച്ചു. എത്ര അവിടെ നിന്ന് ആ ഒരു ബോൾഡ്നെസ് എന്തായാലും കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് ഒരുപാട് പ്രിയനെ ഒട്ടും തളർത്താനായിട്ട് അമ്മ ശ്രമിച്ചിട്ടില്ല. പ്രിയനെ എന്താ പറയാ മോട്ടിവേറ്റ് ചെയ്ത് അല്ലെങ്കിൽ എന്താ പറയാ നല്ല രീതിയിൽ കൊണ്ടുവരാനായിട്ട് അമ്മ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഒറ്റയ്ക്കല്ലേ. എങ്ങനെയായിരുന്നു ആ ഒരു ഇപ്പൊ ആലോചിക്കുമ്പോ എന്താ തോന്നണേ? ഇപ്പൊ ഇത്രയും ഒരു ഇത്ര അവൾ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല. അവളെ എങ്ങനെയെങ്കിലും അവള് നന്നായിട്ട് പഠിച്ചു ആ സമൂഹം ഇങ്ങനെ അവളെ കുറ്റപ്പെടുത്താതെ അവളുടെ മാനസികമായ ഒരു വളർച്ച ഞാൻ ആഗ്രഹിച്ച. അവളോട് ശാരീരികമായിട്ട് ഒരുപാട് ചികിത്സകൾ ഞാൻ ചെയ്യിച്ചു. പിന്നെ ഡോക്ടർമാരില്ലെന്ന് പറഞ്ഞിട്ടും നമ്മൾ ആയുർവേദവും ഹോമിയോ ഒക്കെ നോക്കിയിട്ടുണ്ട്. അതൊന്നും കിട്ടത്തില്ല എന്ന് മനസ്സിലായെങ്കിലും ആ സമയത്തൊക്കെ എങ്ങനെയെങ്കിലും അവളിപ്പോൾ ഒന്ന് പഠിച്ച് എന്തെങ്കിലും ഒരു തൊഴിൽ ഇവർക്ക് കിട്ടണമെന്നൊരു ആഗ്രഹം. ഇപ്പോഴേ എനിക്ക് വളരെ സന്തോഷമാണ്. അവളെ എല്ലാ രംഗത്തും കായിക എല്ലാ രംഗത്തും പഠിത്ത രംഗത്ത് പിന്നെ ഒരുപാട് സംഘടനകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഇനി അവള് ഞാനില്ലെങ്കിലും ജീവിച്ചോളൂ എന്നുള്ള ഒരു അമ്മേനെ നന്നായിട്ട് നോക്കും. അതിനു വേണ്ടിയിട്ടും കൂടെയാണ് പ്രിയ അധ്വാനിക്കുന്നത് എന്നുള്ളത്. അത് വേറൊരു ഫേസ് ആണ് അതിന്റെ. ഇപ്പൊ ഒരു സമാധാനമുണ്ട് കുഞ്ഞിനെ പറ്റി. മറ്റേ ഭയങ്കര വിഷമമായിരുന്നു. രാത്രിയിൽ ഉറങ്ങാതെ ഞാൻ ഇരുന്നിട്ടുണ്ട്. ഈ കുഞ്ഞെങ്ങനെ എന്താ ഇങ്ങനെ വന്നെന്നറിഞ്ഞൂടാ. നമ്മുടെ കുടുംബത്തിൽ ആർക്കും ഇല്ല ഇങ്ങനെ. അവിടെ അച്ഛൻ്റെ കുടുംബത്തിലും ഇല്ല, എൻ്റെ കുടുംബത്തിലൊന്നും ആർക്കും ഇങ്ങനെ വന്നിട്ടില്ല. എല്ലാരും പറയുന്ന കുടുംബ പാരമ്പര്യമാണെന്നൊക്കെ. അങ്ങനെയില്ല. ചിലപ്പോ അങ്ങനെ എന്തെങ്കിലും നോർമലായിട്ട് തന്നെയാണ് നിക്കുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോ പ്രിയ ഇത്രയും ആളുകൾ അറിയില്ലായിരുന്നു. അല്ലെങ്കിൽ പ്രിയക്ക് ഇത്ര അച്ചീവ്മെന്റ്സ് ചിലപ്പോ ലഭിക്കില്ലായിരുന്നു. ആരും അറിയാതെ പോയേനെ ചിലപ്പോ. ഇപ്പൊ അങ്ങനെ ഉള്ളത് കൊണ്ട് ഞാൻ വലിയ അനുഗ്രഹം എന്നല്ല ഞാൻ പറയുന്നത്. അത്രയുള്ളത് കൊണ്ട് നമ്മളിപ്പോ ഇങ്ങനെ സംസാരിക്കാൻ പറ്റി. ഒരുപാട് ആളുകൾ അറിയുന്നുണ്ട് പ്രിയനെ. അപ്പൊ അതൊക്കെ വലിയൊരു കാര്യമാണ്. എല്ലാവർക്കും കിട്ടില്ല കേട്ടോ. പ്രിയനെ പോലെ ആർക്കും ആവാൻ പറ്റില്ല. അത്രയൊരു ബോൾഡ് ആയിട്ടുള്ള ഒരാളാണ്. എനിക്ക് വന്ന് കയറിയപ്പോ തന്നെ മനസ്സിലായി. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റിയാലും പ്രിയനെ കാണാൻ പറ്റിയാലും ഒരുപാട് സന്തോഷം. ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ. ഡോക്ടർ പ്രിയ എന്നുള്ളൊരു ലേബല് വരുമ്പോ ഞാൻ പിന്നെ വരാം. താങ്ക് യു.